ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഹൗ ടു അപ്ലൈ, വാട്ട് ആർ ദി ഡോക്യുമെന്റ്സ് നീഡ് ടു അപ്ലൈ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും വേണം. നമുക്ക് ലൈക്ക് വളരെ വളരെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്? അതായത് നമുക്ക് MBBS, BDS, ആയുഷ്, മെഡിക്കൽ അലൈൻ എന്ത് കോഴ്സിന് വേണമെങ്കിലും നമുക്ക് പുറത്തെ സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകും. കേരളം വിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അതത് ബോർഡിലുള്ള യൂണിവേഴ്സിറ്റികള് നമ്മുടെ സർട്ടിഫിക്കറ്റ്, നമ്മൾ ചെയ്ത +2-ന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർ തരും. അത് വേണ്ടിയിട്ട് നമുക്ക് ഒരു അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കണം. അത് നമുക്ക് വേണ്ടത് നമ്മൾ അതർ സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ നിങ്ങൾ MBBS കോഴ്സിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ കോട്ടയിൽ ഗവൺമെന്റ്, അതുപോലെ സെൽഫ് ഫിനാൻസിങ്, മാനേജ്മെന്റ് കോട്ടയിലേക്കൊക്കെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ MBBS ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, ആയുഷ് ആയിക്കോട്ടെ, ആയുർവേദ, BAMS ഏത് കോഴ്സ് ആയിക്കോട്ടെ, അതിന് നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അത് നമുക്ക് കൗൺസിലിംഗിന്റെ സമയത്ത് ആവശ്യമില്ല. നമ്മൾ അഡ്മിഷൻ അവിടെ എടുക്കുകയാണെങ്കിൽ മാത്രം മതി. നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പാവും മാത്രം എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചാൽ മതി. അപ്പൊ അത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യാന്നാണ് നമ്മൾ പറയുന്നത്. ആരാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്? അതായത് നമ്മൾ CBSE, ICSE, സ്റ്റേറ്റ് ബോർഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിൽ നമ്മൾ +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ, SLCയോ +2 നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതർ സ്റ്റേറ്റിലേക്ക്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്ക് നമ്മൾ കോഴ്സിന് പോകുകയാണെങ്കിൽ നമ്മൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ തന്നെ നോൺ റെസിഡന്റ് ഇന്ത്യൻ, ഫോറിൻ നാഷണൽസ്, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അതായത് ഇന്ത്യൻ ഒറിജിൻ ആണ് പക്ഷെ അവർ പുറത്താണ് പഠിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കുട്ടികൾ, അതുപോലെ ഫോറിൻ കൺട്രീസിലാണ് പഠിച്ചതെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ, ഇന്ത്യന്റെ പുറത്തുള്ള കുട്ടികളാണെങ്കിൽ ഇവർക്കൊക്കെ തന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സാധാരണ കേസിൽ മെഡിക്കൽ കോളേജുകൾ, അതായത് BDS, MBBS പോലെയുള്ള സീറ്റുകൾക്ക് ഗവൺമെന്റ്, പ്രൈവറ്റ്, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റീസും ഉണ്ട് MBBS സീറ്റിന് വേണ്ടിയിട്ട്, അവിടേക്ക് ആവശ്യമില്ല. അപ്പൊ കൗൺസിലിംഗിന്റെ സമയത്ത് നമുക്ക് ആവശ്യമില്ല, നമ്മുടെ കൗൺസിലിംഗ് ആരംഭിക്കുകയാണ്. അപ്പൊ അതിന്റെ സമയത്ത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ, അഡ്മിഷൻ പ്രോസസ് കിട്ടിയെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് കോളേജിൽ സബ്മിറ്റ് ചെയ്യാനുള്ള സമയത്താകുമ്പോഴേക്ക് ഇത് തയ്യാറാക്കിയാൽ മതി, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ പറയുന്നത്. അതായത് തമിഴ്നാട്ടിലാണെങ്കിൽ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിയിലൂടെയാണ് നമ്മൾ, ആ യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് തരേണ്ടത്. അത് ഓൺലൈൻ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈൻ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ആദ്യമൊക്കെ അതത് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് വാങ്ങിക്കേണ്ടിയിരുന്നു. ഈ വർഷം നമുക്ക് ഓൺലൈൻ ആയിട്ട് അത് ലഭിക്കുന്നതാണ്. അതിനുള്ള വെബ്സൈറ്റ് അഡ്രസ് നോക്കുക, www.tnmgrmu.ac.in ഒരു വെബ്സൈറ്റ്. രണ്ടാമത് tnmgrmu.edu.in, edu.in. ഈ രണ്ട് വെബ്സൈറ്റിലൂടെ നമുക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാവുന്നതാണ്. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് 12th മാർക്ക് ലിസ്റ്റ് വേണം. നമ്മളിപ്പോ ലാസ്റ്റ് ഇയറിൽ പഠിച്ചിരിക്കുന്ന ഹയർ സെക്കൻഡറി ബോർഡ്, അത് ഏതായാലും CBSE ആണോ ICSE ആണോ, എന്തായാലും അതിന്റെ മാർക്ക് ലിസ്റ്റ് കോപ്പി വേണം. ഇനി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് SLCയുടെ കോപ്പി മതി, അല്ലെങ്കിൽ നിങ്ങളുടെ TC മതി, അല്ലെങ്കിൽ 10th മാർക്ക് ലിസ്റ്റ് മതി, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് മതി. മൂന്നാമതായിട്ട് NEET സ്കോർ കാർഡ് ആണ് വേണ്ടത്. അത് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം തന്നെ നമുക്ക് വേണം. ഇതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് സ്കാൻ ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങൾ ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് സെൽഫ് അറ്റസ്റ്റഡ് ചെയ്യുകയും വേണം. എന്നിട്ട് നിങ്ങൾ അതിന്റെ സൈസ് സ്കാൻ ചെയ്യുമ്പോൾ 50 KB സൈസ് ആയിരിക്കണം. അപ്പോൾ അതിന്റെ ബിലോ 50 KBയുടെ സൈസിലാണ് അത് സ്കാൻഡ് കോപ്പീസ് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് അത് സെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിന് വേണ്ടിയുള്ള ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1400 രൂപയാണ് വേണ്ടത്. ഒപ്പം തന്നെ 252 രൂപ 18% GST ആയിട്ട് പേ ചെയ്യണം.
ഇത് ഡോക്ടർ MGR യൂണിവേഴ്സിറ്റി ബാങ്കിലേക്കാണ് ഇത് പേ ചെയ്യേണ്ടത്. എല്ലാ ഡീറ്റെയിൽസും ആ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ വെബ്സൈറ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, എങ്ങനെയാണ് ഇത് അപേക്ഷിക്കേണ്ടതെന്ന്. അപ്പൊ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തമിഴ്നാട്ടിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികൾ അത് അഡ്മിഷൻ സമയത്തേക്ക് നമുക്ക് കിട്ടിയെന്ന് ഉറപ്പാക്കിയാൽ മാത്രം ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അതായത് നമ്മള് ഗൂഗിളിൽ പോയിട്ട് tnmgrmu.ac.in എന്ന വെബ്സൈറ്റ് അഡ്രസ് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പൊ ഈ വിൻഡോയിലൂടെ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരിക. ഇപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. അപ്പൊ ഇവിടെ ലേറ്റസ്റ്റ് ന്യൂസ് ആൻഡ് ഇവന്റ്സ് എന്നുള്ള ഒരു കോളം കാണാം. ഇതിൽ കുറെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ആരോ മാർക്ക് ഉണ്ട്. ഇത് നമുക്ക് നോക്കി ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്യണം, കുറച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാലാണ് കാണാം ഇഷ്യൂ ഓഫ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ത്രൂ ഓൺലൈൻ മോഡ് എന്നുള്ള സൈറ്റ് കാണാം. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇഷ്യൂ ഓഫ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ത്രൂ ഓൺലൈൻ മോഡ് ഫോർ, നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാം ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് തമിഴ്നാട്ടിലുള്ള കുട്ടികൾക്കും ആവശ്യമാണ്. അവർ CBSE ICSE ബോർഡിൽ പഠിച്ച കുട്ടികൾക്ക് നിർബന്ധമായിട്ട് ആവശ്യമാണ്. ഇത് നമ്മൾ കേരളീയർക്ക് ഇത് ആവശ്യമാണ്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ ഓഫ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ത്രൂ ഓൺലൈൻ മോഡ് എന്നുള്ളത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ടൈമും കൂടി ഇവർ പറയുന്നുണ്ട്. നമുക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് 1 മണിക്ക് മുന്നെയാണ്, വർക്കിംഗ് ഡേയിൽ 1 മണിക്ക് മുന്നേ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. ആദ്യത്തെ 60 അപേക്ഷകർക്കാണ് കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ആദ്യത്തെ ഒരു ഡേയിൽ തന്നെ 60 അപ്ലിക്കേഷൻസിനാണ് കൊടുക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയുള്ളത്. പിന്നെ അടുത്ത വർക്കിംഗ് ഡേ ആണ് അടുത്ത അപേക്ഷയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആ സമയത്താണ് ലിങ്ക് ഇവിടെ ഓപ്പൺ ആക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ ഒരു ചാനലിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഓൺലൈനായിട്ട് എങ്ങനെ നമുക്ക് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.